ഹലോ ഗൈസ്, ദിസ് ഈസ് ഡോക്ടർ സദാം ആൻഡ് വെൽക്കം ബാക്ക് ടു റേഡിയൻ ക്ലിക്സ് ലൈഫ് സ്റ്റൈൽ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് ഞാനും എൻ്റെ വൈഫും ഉണ്ട്. പതിവില്ലാതെ ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇന്ന്. ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് പറയൂ. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ചിതറൽ ജെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്റർ ഞങ്ങൾ തെക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം അല്ലേടി. നല്ല ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. അധികം തിരക്കോ കാര്യങ്ങളോ നമ്മുടെ സിറ്റിയുടെ ഒരു ഹസിലും ബസ്സിലും ഒന്നും ഇല്ലാത്ത വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കാണുക. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്നുള്ളതെല്ലാം ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഉണ്ട്. 40 രൂപയുടെ ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ഏകദേശം 1 കിലോമീറ്റർ മുകളിലേക്ക് നടക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ 8 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവരത് പൂട്ടും. രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ മാത്രമേ അതിൻ്റെ എൻട്രി ടൈമുള്ളൂ. ഏകദേശം 1 കിലോമീറ്റർ നമ്മളിങ്ങനെ നടക്കണം. മുകളിലേക്ക് സ്റ്റെപ്പുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരിക. വായിക്കാം. പുരാതന സ്മാരകങ്ങൾ, പുരാവസ്തു പ്രദേശങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നിവ സംബന്ധിച്ച് 1957 നിയമം അനുസരിച്ച് ഈ സ്മാരകം ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ പ്രകൃതിപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ഇതിൽ നിന്ന് എന്തെങ്കിലും ശില്പമോ കൊത്തുപണിയോ വിഗ്രഹമോ ഭിത്തിശില്പമോ ലിഖിതമോ അതുപോലെയുള്ള എന്തെങ്കിലും വസ്തുവോ നീക്കി മാറ്റുകയോ ചെയ്യുന്ന വ്യക്തിയുടെ പേരിൽ ക്രിമിനൽ നടപടികൾ കൊണ്ട് 2 കൊല്ലത്തോളം നീണ്ട തടവോ 1,00,000 രൂപ പിഴയോ രണ്ടും കൂടി ചുമത്താവുന്നതാണ്. ഇത്രയും നല്ലൊരു താക്കീത് എഴുതിയിരിക്കുന്ന ബോർഡിനെ മുഴുവൻ എഴുതി കല്ലുകൊണ്ട് എറിഞ്ഞിട്ടും അതെല്ലാം കുത്തി വരച്ചുമൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ തന്നെ നല്ലൊരു കൽപ്പടവുകളും അതിനുശേഷം വലിയൊരു കമാനം കാണാൻ പറ്റും. അതായത് വലിയൊരു ആർച്ച് നമുക്ക് കാണാൻ പറ്റും. ആർച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് 2 പാറകൾക്കിടയിൽ 2 പാറകളെന്ന് വെച്ചാൽ രണ്ടല്ല ഒരുപാട് പാറകളുണ്ട്. ഒരുപാട് പാറകൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വഴി. പിന്നെ ഇടതുവശത്ത് ഈ ജൈനന്മാരൊക്കെ പോയിരുന്ന് ജൈന സന്യാസികളും അങ്ങനെയുള്ളവരൊക്കെ പോയിരുന്ന് ധ്യാനിച്ചിരുന്നൊരു സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പം ഈ ചെറിയ ഇടനാഴി കൂടെ പോയി കുറേ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വളരെ വിശാലമായിട്ടൊരു സ്ഥലത്തെത്തും. അപ്പം അവിടെയാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ശ്രീകോവിലും അവിടെയുള്ള പ്രതിഷ്ഠകളും ഒക്കെ നമുക്ക് കാണാം. എല്ലാവരും ഇവിടെ ഒന്ന് കാണുക. ഈ ഒരു കൊറോണ സമയത്ത് ശാന്തമായിട്ട് പോയിരിക്കാനും ആൾക്കാർ വളരെ കുറച്ചുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന 24 തീർത്ഥങ്കരന്മാർ, അതായത് ജൈനന്മാരുടെ 24 തീർത്ഥങ്കരന്മാരുടെ മുമ്പിലാണ്. അവരുടെ ഒരു സ്കൾപ്ചർ നിങ്ങൾക്ക് പുറകിൽ കാണാം, കണ്ടില്ലേ. ഏകദേശം ഫസ്റ്റ് സെഞ്ച്വറി BCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 6th സെഞ്ച്വറി ADയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്കൾപ്ചേഴ്സ്, ഒരുപാട് എന്താ പറയുക ലിഖിതങ്ങൾ, പഴയ വട്ടെഴുത്തുണ്ടോ, നമ്മൾ തമിഴിലെ വട്ടെഴുത്ത് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെയുള്ള കുറേ എഴുത്തൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പേസാണിത്. ഇതിപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഉള്ളത്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് എടുത്തിട്ടില്ല. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. വളരെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. സൂപ്പർ അല്ലേ. ഇവിടെ ഒരു ചെറിയൊരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു കുളം നമുക്ക് താഴെ കാണാം. വെള്ളം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടല്ലേ. വേസ്റ്റ് ഒന്നുമില്ല. ആൾക്കാരുടെ ആ ഒരു അതിപ്രസരം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് വേസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു എന്താ പറയുക ഒരു കൊടിമരം, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിലേക്ക് കാണുന്ന പോലെ പഴയ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരത്തിൻ്റെ ചെറിയൊരു അവശേഷിപ്പ് കാണാൻ പറ്റും. പിന്നെ ഒരു സൈഡിൽ ഒരു 9 കല്ലുള്ളൊരു ബലിക്കല്ല് കാണാൻ പറ്റും.
തല നോക്കണേ, ആകെ ഇത്ര ഹൈറ്റേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഹൈറ്റേ ഉള്ളൂ. റിവിന് അറിയാം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഹൈറ്റ് കുറച്ച് വയ്ക്കുന്നതെന്ന്. ആൾക്കാർ തല കുനിച്ചേ കയറാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വർദ്ധമാന മഹാവീരൻ്റെ അടക്കമുള്ള ഒരു 3 പ്രതിഷ്ഠയാണ്, പ്രധാനമായിട്ടും 3 പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ളത്. ഒരുപാട് കൽപ്പണികളും സിംഹത്തിൻ്റെയും പല പല മൃഗങ്ങളുടെയൊക്കെ ആകൃതിയിലുള്ള കൊത്തുപണികളും ഒക്കെ നമുക്കിതിനുള്ളിൽ കാണാൻ പറ്റും. ആമയത് ഇപ്പുറത്ത് ആനയുണ്ട്, ഉണ്ടോ? അത് ആനയാണ്. ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ മയിലുണ്ട്. നമ്മുടെ വാമനെ പോലുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മേളിൽ, അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട്, അതായത് അതിൻ്റെ എക്സാക്റ്റ് മേളിലായിട്ട് ഒരു ചെറിയൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്യാസികളൊക്കെ പോയിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു മുറി പോലെ. അതിൻ്റെ ഉള്ളിലേക്ക് വളരെ ചെറിയൊരു ഇടുങ്ങിയൊരു വഴിയുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഊർന്നകത്ത് കയറണം. അതായത് ഏകദേശം 1 ലക്ഷം രൂപ 2 വർഷം വരെ കഠിന തടവും കിട്ടാവുന്ന ഒരു ഒഫൻസാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സിലൊന്നും ഇതുപോലുള്ള കുത്തിവരകളോ എഴുത്തോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റേതായിട്ടുള്ള അവശേഷിപ്പുകളാണ്. ഇതകത്ത് കയറണമെന്ന് പറഞ്ഞ് നുഴഞ്ഞ് കയറുന്ന ഭാര്യ സൂക്ഷിച്ച് കയറിപ്പോ. ഇത് പിടിച്ച ഞാൻ അവിടെ കയറി. പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാ ധ്യാനിക്കാൻ വന്നിരുന്നേ നോക്കണം. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കൂടി, സൂക്ഷിച്ചിറങ്ങണേ. തല 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 എവിടെയെങ്കിലും നുഴഞ്ഞ് കയറാൻ നിന്നെ പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിനാണ് സ്ലിം ബോഡി വേണമെന്ന് പറയുന്നത്. സ്ലിം ബോഡി കാരി, സ്ലിം ബോഡി. ഓക്കേ, യാ തോന്നുന്നു. ജാമായാൽ അതിൽ നിന്നും പിന്നെ ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ള ഒരു വലിയ വിശാലമായിട്ടൊരു കുളമാണ്. വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്ന കുളമുണ്ട്. പിന്നെ ആ കുളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്പുറത്തൊരു നല്ലൊരു ട്രെക്കിംഗ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ചെറിയൊരു ഹൈക്ക് പോലെയുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ആ ഒരു പ്രദേശം, താഴെയുള്ള പ്രദേശം മുഴുവൻ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. രാവിലെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുക. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയി, വെയിലത്ത് നിൽക്കേണ്ടി വന്നു. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രസമുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒരു ശാന്തതയുണ്ട് അല്ലേ? നമ്മൾ സാധാരണ എല്ലായിടത്ത് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. കൊറോണ കാലത്ത് തിരക്കില്ലാത്ത ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്യുക. അതെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, ഉടനെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.